അവിടുത്തെ ആത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായി, ദൈവിക വിടുതൽ വെളിപ്പെടുവാൻ തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവശങ്ങളും, ഞങ്ങളുടെ വീഴ്ചതാഴ്ചകളെല്ലാം ഞങ്ങൾ ക്ഷമിക്കണമേ. കുഞ്ഞാടിന് വിലയേറിയ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സംസാരത്തിൽ, ഞങ്ങളുടെ ചിന്തയിൽ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ, ഞങ്ങളുടെ നിരൂപണങ്ങൾ, ഞങ്ങളുടെ വാർഡുകൾ, നോട്ടത്തിലും ഭാവത്തിലൊക്കെയും വന്നുപോയ എല്ലാ കുറവശങ്ങളും ഞങ്ങൾ ക്ഷമിക്കണമേ. പുത്രൻ്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ തന്നെ ശോധന ചെയ്യുവാൻ ദൈവം ഞങ്ങൾ കൃപ ചെയ്യണമേ. ഞങ്ങളെ തന്നെ പരിശോധിപ്പാൻ, ഞങ്ങളെ തന്നെ ഒന്ന് കണ്ടുണരുവാൻ ദൈവം കൃപ ചെയ്യണമേ. അവിടെ ഞങ്ങളോട് കരുണ കാണിക്കണമേ, മനസ്സരിയണമേ. ഞങ്ങളുടെ മനസ്സരിയണമേ, ഞങ്ങളുടെ മനസ്സരിയണമേ കർത്താവേ. അവിടുത്തെ വലിയ കൃപ ഞങ്ങളിൽ പകരണമേ അപ്പാ. വലിയ സാന്നിധ്യം ഞങ്ങൾ ഇന്ന് രാവിലെ സമയം അനുഭവിച്ചവരുടെയാകട്ടെ. നിങ്ങളുടെ വലിയ സാന്നിധ്യം ഇന്ന് രാവിലെ സമയം ഞങ്ങൾ അനുഭവിച്ചവരുടെയാകട്ടെ കർത്താവേ. ഓ ശബല മഹുഷിയ ദിൽ കദമാന ഘടകദാരഗസ് ദുഡഗദമാന ഗദാര ജഗൽ ഘടകതുനാദിയാല ഗദഗൗഷിയ. കർത്താവേ, ഇവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ. പരിശുദ്ധാത്മശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മനിറവ് ഞങ്ങൾ പകരണമേ. ദൈവകൃപ ഞങ്ങൾ വെളിപ്പെടുവാൻ, ദൈവിക വിടുതൽ ഞങ്ങൾ വെളിപ്പെടുവാൻ, ദൈവശക്തി ഞങ്ങൾ വെളിപ്പെടുവാൻ കർത്താവേ, ഇവിടുന്ന് ഞങ്ങളോട് കരുണ കാണിക്കണമേ, മനസ്സരിയണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ, ദൈവിക വിടുതലുകൾ വെളിപ്പെടുത്തണമേ, ആത്മശക്തി പകരണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധരേ, ബലവാനേ, കരുണയുള്ള ദൈവമേ, മനസ്സിലുള്ള കർത്താവേ, കഴിഞ്ഞ നിമിഷം വരെ ഞങ്ങളെ സൂക്ഷിച്ച് ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. തൃപാദപീഠത്തിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. തൃപാദപീഠത്തിൽ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഓ ശബല ബബ ശംതനാദ ബഗൽ കഥനി ബിഗഡഗസ് ദുരജഗൽ ഹതനാദ ബാരഗൗശസേ ജബൽ കൗഡി ബിഗനഗതിരി ബിഗദരഗദരഗദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, കരുണ കാണിക്കണം. ദൈവമേ, മനസ്സലിയണമേ. ദൈവമേ, മനസ്സലിയണമേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യനുമായി ഞങ്ങളുടെ ദൈവമേ, സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽവേളയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പരിശുദ്ധ പാദാന്തികെ ഈ വെള്ളിയാഴ്ച ദിവസം പ്രഭാതവേളയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ആരാധിപ്പാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം ഒരുക്കി തന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിവേള ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം ഞങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കി. ഈ പ്രഭാതവേളയിലും ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് സ്തോത്രം. കഴിഞ്ഞ രാത്രിവേള ഞങ്ങൾക്കെല്ലാം സുഖകരമായ വിശ്രമത്തെ നൽകി. അവിടുത്തെ കരത്തിൽ ഞങ്ങളെ താങ്ങി സൂക്ഷിച്ചു. അങ്ങ് ഞങ്ങളെ താങ്ങിയതിനാൽ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഒരുമിച്ച് കൂടി വന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിപ്പാനും അവിടുന്ന് അവസരം ഒരുക്കിയിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളോട് കാണിച്ച ഞങ്ങളുടെ എല്ലാ വിശ്വസ്തതകൾക്കായി നന്ദി. അങ്ങയുടെ സ്നേഹത്തിനായി, ഞങ്ങളുടെ കരുതലായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, കഴിഞ്ഞ രാത്രിവേള അനേകർ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകർ കർത്താവേ കിടക്കയിലായി പോയപ്പോൾ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അത്ഭുതകരമായി സൂക്ഷിച്ചു. ദോഷങ്ങളൊന്നും ഭവിക്കാതെ വണ്ണം ദൈവം ഞങ്ങളെ പരിപാലിച്ചതോർത്ത് നടത്തിയതോർത്ത് സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധാനത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അവിടുത്തെ നാമത്തിന് ഏറ്റവും മഹത്വമായി തീരുവാൻ, അടിയങ്ങൾക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിപ്പടയാക്കണം. ആത്മശക്തിയാൽ കർത്താവെ നിറയപ്പെട്ടവരായി ദൈവമേ അങ്ങേ ആരാധിച്ച് അങ്ങേക്ക് മഹത്വം കരേറ്റുവാൻ, പാടി ആരാധിപ്പാൻ ദൈവം കൃപ ചെയ്യണമേ. ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ആത്മാവിൽ സൂക്ഷിപ്പാൻ ദൈവം സഹായിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കർത്താവെ നിയന്ത്രണവും കർത്താവെ സ്തോത്ര സാന്നിധ്യവും ദൈവമേ ഇന്ന് രാവിലെ സമയം ഞങ്ങൾ അനുഭവിച്ചറിവാൻ ദൈവം കൃപ ചെയ്യേണ്ടതിനായി അടികളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ ചെയ്യണം. തിരുനാമത്തെ മഹത്വപ്പെടുത്തും.
തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷ ദൈവ സാന്നിധ്യങ്ങൾ അനുഭവിച്ചവരുടെ ആക്കണമേ. അവിടുത്തെ വിലയേറിയ മേശങ്ങളുടെ മധ്യമുണ്ട് വളരെ പ്രാഗൽഭ്യത്തോടു കൂടുതൽ പങ്കുകാരായി തീർത്തക്കണം. അങ്ങ് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളെ തന്നെ ശോധനയിട്ട് മാത്രം ഇതിൽ പങ്കുകാരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തോടെ മനുഷ്യരോട് കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായി കർത്താവേ അവിടുത്തെ മേശയിൽ പങ്കുകാരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ കൃപ പകരും. എല്ലാ വിധത്തിലും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തും കടന്നുള്ള പ്രിയപ്പെട്ടവരെ എത്ര വേഗം കൂട്ടി വരുത്തണം. ആരും അലസരായ ഉദാസീനരായ ഭവങ്ങളായിരിക്കും അനുവദിക്കല്ലേ. ഓരോ ഹൃദയങ്ങളോട് ഇവിടെ സംസാരിക്കുകയും ചെയ്യണമേ. വഴിമതിയായിരിക്കുന്നവരെ സൂക്ഷിക്കണമേ. അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കണം. ക്ഷേമത്തോടെ കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാടെയാക്കും. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്കായി സ്തോത്രം. ആത്മനിറവിൽ പാടുവാൻ ഞങ്ങൾക്ക് ചേർന്ന് പാടി അങ്ങേ ആരാധിപ്പാൻ ദൈവകൃപ ചെയ്യും. അവിടെ അത്ഭുതം പ്രവർത്തിക്കും. പ്രാർത്ഥന ഘട്ടനായി സ്തോത്രം. ഇന്ന് പകൽ വേള നടക്കുന്ന ശുശ്രൂഷയിൽ വിവിധ നിലകളിൽ ഭാഗവാഗ്ദം വഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും സഹായിക്കുകയും ആത്മനിറവിൽ കർത്താവേ നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ കൃപ നൽകുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. രാവിലെ സമയം ദൈവത്തെ ആരാധിപ്പാനാണ്, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ദൈവം നമ്മിൽ പകർന്നിരിക്കുന്ന ആത്മശക്തിയോടെ ആത്മനിറവിൽ ദൈവത്തെ പാടി ആരാധിപ്പാനിടയാകട്ടെ. നാം എല്ലാവരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ, ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ എല്ലാരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. നാം എല്ലാരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം ആദരവായി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം ആദരവായി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വാദ്യഘോഷത്തോടെ വാനവർ സ്തുതിക്കും നാഥനെ. വാദ്യഘോഷത്തോടെ വാനവർ സ്തുതിക്കും നാഥനെ. വന്യതിരുപാദം എല്ലാവരും തേടി മന്ദതയാകുന്നു ഇന്നുമെന്നും പാടുവോ. വന്യതിരുപാദം എല്ലാവരും തേടി മന്ദതയാകുന്നു ഇന്നുമെന്നും പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ഏറും ഖേദമെത്രയെന്നാലും എല്ലാറ്റേയും വിലക്കിയല്ലോ. ഏറും ഖേദമെത്രയെന്നാലും എല്ലാറ്റേയും വിലക്കിയല്ലോ. ഏഴേഴിൽ ഭാരം ഏറും ചുമക്കുന്ന ഏക കർത്താവിനു സാദരം നാം പാടുവോ. ഏഴേഴിൽ ഭാരം
ഏറും ചുമക്കുന്ന ഏക കർത്താവീനും സാദരം നാം പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, എല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, എല്ലാം മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവീനും എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. എല്ലാ മുട്ടും തീർത്ത നല്ല കർത്താവീനും എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, എല്ലാം മാറിപ്പോകുമേ. ഓ ഹല്ലേലൂയ ഗീതം പാടിടാം, എല്ലാം മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. ശത്രുവിനഗ്നിയസ്ത്രങ്ങളാ ശാക്കിയാറ്റു ക്ഷീണിച്ചിടുമ്പോ, ശത്രുവിൻ അഗ്നിയസ്ത്രങ്ങളാ ശാക്കിയാറ്റു ക്ഷീണിച്ചിടുമ്പോ, ശത്രുവെ ജയിച്ച കർത്തൻ നാമുകൊണ്ട് ശുദ്ധകൂട്ടം നാമും നിത്യം സ്തുതി പാടുവോ. ശത്രുവെ ജയിച്ച കർത്തൻ നാമുകൊണ്ട് ശുദ്ധകൂട്ടം നാമും നിത്യം സ്തുതി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, എല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, എല്ലാം മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. നല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. സർവ്വബഹുമാനം സ്തുതിയും പൂർവിനായകനും മഹത്വം. സർവ്വബഹുമാനം സ്തുതിയും പൂർവിനായകനും മഹത്വം. സർവരും സ്തുതിക്കും സർവവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോ. സർവരും സ്തുതിക്കും സർവവല്ലഭനും അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, എല്ലാം മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, എല്ലാം മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാവിധ ആവശ്യങ്ങളും നല്ലതുപോൽ ചെയ്തു തരുന്ന, എല്ലാം ഒട്ടും തീർത്ത നല്ല
ഹല്ലേലൂയ പാടുവോം. എല്ലാം മുറ്റും തീർത്ത നല്ല കർത്താവിന് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പാടുവോം. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമേ. ശത്രുവിൻ അഗ്നിയസ്ത്രങ്ങളാൽ ശക്തിയാൽ ക്ഷീണിച്ചിടുമ്പോൾ, ശത്രുവിൻ അഗ്നിയസ്ത്രങ്ങളാൽ ശക്തിയാൽ ക്ഷീണിച്ചിടുമ്പോൾ, ശത്രുവെ ജയിച്ച കർത്തൻ നമുക്കുണ്ട്, ശുദ്ധകൂട്ടം നാമം നിത്യം സ്തുതി പാടുമ്പോൾ. ശത്രുവെ ജയിച്ച കർത്തൻ നമുക്കുണ്ട്, ശുദ്ധകൂട്ടം നാമം നിത്യം സ്തുതി പാടുമ്പോൾ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. എല്ലാവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. എല്ലാവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. സർവ്വബഹുമാനം സ്തുതിയും വിനായകനും മഹത്വം. സർവ്വബഹുമാനം സ്തുതിയും വിനായകനും മഹത്വം. സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭനും, അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോം. സർവ്വരും സ്തുതിക്കും സർവ്വവല്ലഭനും, അല്ലും പകലും നാം ഹല്ലേലൂയ പാടുവോം. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. അവൻ വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. നാം എല്ലാവരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. നാം എല്ലാവരും ഒന്നായി കൂടുവോ, നാഥനെ കൊണ്ടാടി പാടുവോ. ഉയരത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം ആദരവായി പാടുവോ. ഭൂതലത്തിൽ നമ്മെ ക്ഷേമമോടെ കാത്ത നായകനു സ്തോത്രം ആദരവായി പാടുവോ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ മാറിപ്പോകുമേ. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, എല്ലാ ദാനങ്ങളും ചെയ്തരുളുമെന്നുണ്ട്. വല്ലവൻ നമുക്ക് നല്ലവനായുണ്ട്, Jai
Thank you, Lord Jesus. Praise your Lord. Praise you, Lord. Praise your Lord. Praise your Lord. Thank you, Jesus. Thank you, Lord. Thank you, Lord. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വീണ്ടും ദൈവസന്നിധാനത്തിൽ വണക്കാം. ഈ രാവിലെ സമയം ദൈവസന്നിധാനത്തിൽ നമുക്കൊരുമിച്ച് കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, മുഖത്തപ്പെടുത്തുവാൻ സർവകൃപാലുവായ ദൈവം നമ്മുടെ ആയുസ്സിലൊരവസരം കൂടെ നമുക്ക് സമ്മാനിച്ചല്ലോ. കഴിഞ്ഞ നിമിഷങ്ങൾ വരെ കർത്താവ് നമ്മെ അത്ഭുതമായി പരിപാലിപ്പാനിടയായി. പ്രയാസങ്ങൾ, ഭാരങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടിച്ച് സൂക്ഷിച്ചു. കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ നമ്മെ വിടുവിച്ച് പരിപാലിച്ചു. അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതെ വണ്ണം, രോഗദുഃഖങ്ങൾ പ്രയാസകരമായി ഭവിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ കൃപയിൽ നമ്മെ പരിപാലിച്ച് ഇന്നയോളം നടത്തി, ഇത്രത്തോളം കൊണ്ടുവന്നു, ഇത്രത്തോളം ശക്തീകരിച്ചു. ദൈവിക വിടുതലും അനുഗ്രഹങ്ങൾ ജീവിതത്തെ പകർന്നു മാനിപ്പാനിടയായി. ദൈവത്തിൻ്റെ വിശ്വസ്തവിനെ ജീവിതം അനുഭവിച്ചറിവാൻ, ദൈവിക നന്മകൾ പ്രാപിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിനായി ഇന്ന് പകൽ വേള ദൈവത്തിൻ്റെ കരങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. നമ്മുടെ ഭാരങ്ങളെ ചുമന്ന ദൈവം, നമ്മുടെ വേദനകളെ വഹിച്ച ദൈവം, അടിപ്പിണരാൽ സൗഖ്യം നൽകി നമ്മെ ഇന്നയോളം വഴി നടത്തി, ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്നു. സ്തോത്രം. മാനുഷിക സ്നേഹം അറ്റുപോയപ്പോൾ, മാനുഷിക കരങ്ങൾ അകന്നുപോയപ്പോൾ നമ്മെ സ്നേഹിച്ച് തൻ്റെ മാറോട് നമ്മെ ചേർത്തണച്ച് ദൈവിക സമാധാനവും സന്തോഷവും പ്രത്യാശയും ധൈര്യവും നൽകി നമ്മെ വഴി നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത്, ദൈവത്തിൻ്റെ കരുതലിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടെ. സ്തോത്രം. ഇന്ന് രാത്രി വേള രാവിലെ സമയം കടന്നു വന്നത് ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. കഴിഞ്ഞ രാത്രി വേളയിലും ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഈ പകൽവേള നടക്കുന്ന എല്ലാ കൂട്ടായ്മകളും സിദ്ധസഭായങ്ങളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി അത് വിടുതലായി ഭവിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. മഹാപരിശുദ്ധനും സർവ്വസ്തുതാമായ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വെള്ളിയാഴ്ച പകൽക്കാലത്തിനായി സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന അപ്പച്ചാങ്ങടെ മക്കളാവുന്ന അടിയങ്ങൾ കർത്താവെ, പലയിടങ്ങളിൽ നിന്ന് ഒരുമിച്ച് അങ്ങയുടെ ആലയത്തിലേക്ക് കടന്നു വരുവാൻ, ഹല്ലേലൂയ, അങ്ങ് സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഭൂലൊരു സവാസം കൂടെ ആയുസോടെ ആരോഗ്യത്തോടെ നന്ദിനായി സ്തോത്രം. സമ്പൂളയും കൊണ്ട് നിറഞ്ഞ ഒരാഴ്ചവട്ട കാലം കടന്നുപോയി. ഹല്ലേലൂയ, ഒരാപത്തും കൂടാതെ ഞങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ അവിടങ്ങളായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്ത് ഞങ്ങളുടെ വലിയ കരുണയ്ക്കായി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ.
എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗം എൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകർത്യമൊക്കെയും വിഭജിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന അരുളി ചെയ്ത അപ്പൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് എല്ലാ നന്മയ്ക്കും എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ ദാനങ്ങൾക്കും ഒന്നും മറക്കാതെ ഓരോ ദിവസവും കർത്താവെ അങ്ങ് നടത്തുന്ന വിധങ്ങളെ ഓർത്ത് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രത്തിൻ്റെ അവകാശം കർത്താവെ ഞങ്ങൾക്ക് ദാനമായി തന്നതിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് പകൽക്കാലം ഹല്ലേലൂയ കൂട്ടിക്കൊണ്ടുവന്ന അവൻ കൂട്ടിവരുത്തി അവൻ കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. വരുവാനുള്ളവരെ എത്രയും വേഗം കൂട്ടിവരുത്തുമാറാകണമേ. ഹല്ലേലൂയ. സ്തോത്രം. പകൽക്കാലം ഹല്ലേലൂയ കർത്താവെ ഞങ്ങൾക്ക് പാടുവാൻ പ്രാർത്ഥിപ്പാനൊക്കെ കൃപ തന്നു. ഹല്ലേലൂയ കർത്താവേ കർത്താവേ. ഹല്ലേലൂയ. നല്ല വചനത്തിൽ നിൽക്കുമാറാണമേ. നല്ല വചന ശുശ്രൂഷ ഹല്ലേലൂയ ഞങ്ങൾക്ക് ശ്രമിപ്പാൻ കർത്താവ് ഇടയാക്കുമാറാണ്. ഞങ്ങളുടെ ദാസനെ ഹല്ലേലൂയ ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നല്ല സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാണമേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം പ്രത്യാശ ഹല്ലേലൂയ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ടു. അവരുടെ സകല കഷ്ടങ്ങൾ വിടുവിച്ച് ഞങ്ങൾ അറിയിച്ചിരിക്കുന്ന പോലെ ഹല്ലേലൂയ. ഞങ്ങളുടെ കഷ്ടങ്ങൾ ഞങ്ങളുടെ പ്രയാസങ്ങൾ ഞങ്ങളുടെ പ്രതികൂലങ്ങളിലൊക്കെ കർത്താവേ ഞങ്ങൾ താങ്ങായി തണലായി കൂടെ ഇരുന്ന് ഞങ്ങൾ വഴി നടത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പകൽക്കാലവും കർത്താവേ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ. അങ്ങ് ദൂരെ വന്നിട്ട് വിളിച്ചറിയിക്കുന്ന തിരുമേശ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. പ്രാഗൽഭ്യത്തോടെ ഹല്ലേലൂയ നിന്ന് കൈ കർത്താവേ അവരുടെ കുറവുകളെ ഏറ്റു പറഞ്ഞ് പ്രാഗൽഭ്യത്തോടെ നിന്ന് കൈ നീട്ടുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം രാത്രികാലം നടക്കുന്ന എല്ലാ വിശുദ്ധ ആരാധനകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗം തുറന്നു നോക്കുന്ന ആരാധനകളാക്കി തീർക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്ന് ഞങ്ങൾ അല്പനേരം ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നു. ഏകാഗ്രഹൃദയത്തോടെ ദൈവസനിലാണെന്ന ബോധത്തോടെ അന്യ ചിന്തകളെ വിട്ട് ദൈവസനിലാണെന്ന ബോധത്തോടെ ആയിരിക്കാൻ കർത്താവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും അല്പനേരം ഞങ്ങളുടെ എല്ലാവർക്കും പ്രാർത്ഥന ഞാനും കേട്ട കൃപയ്ക്കായി സ്തോത്രം. പിന്നെ യേശുവിനാമത്താഴ്മയോട് അപേക്ഷിക്കുന്നു. കേട്ടുമാറാണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് 27-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. 27-ാം സങ്കീർത്തനം, സാം നമ്പർ 27. സങ്കീർത്തനം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികൾ ശത്രുക്കളാ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും. എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടത് തന്നെ. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഇപ്പോൾ എന്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും. ഞാൻ അവന്റെ കൂടാരത്തിൽ യഹോവയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം പാടും. യഹോവേ, ഞാൻ ഉറക്കെ വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമല്ലണമേ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിന്റെ കൽപ്പന വന്നു. എന്റെ ഹൃദയം പറയുന്നു, യഹോവേ, ഞാൻ നിന്റെ മുഖം അന്വേഷിക്കുന്നു. നിന്റെ മുഖം എനിക്ക് മറയ്ക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു, എന്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും വരുതേ. എന്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. യഹോവേ, നിന്റെ വഴിയെ കാണിക്കണമേ, എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. എന്റെ വൈരലക്ഷത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ, കള്ളസാക്ഷികളും ക്രൂരത വിശ്വസിക്കുന്നവരെ എന്നോട് നിൽക്കുന്നു. ചേർന്ന് പാടാം. ഞാൻ ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യഹോവ എൻ്റെ രക്ഷയും യഹോവ എന്നെ വിളിച്ചു എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നമ്മുടെ ജീവന്റെ ബലമാകുന്ന കർത്താവിനെ മുഖത്തുപെടുത്തുവാൻ, കർത്താവിനെ പിൻപറ്റുവാൻ, കർത്താവിനെ സേവിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി. വിവിധ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും തളർന്നു പോകാതെ, സൈന്യം ചുറ്റും പാളയം ഇറങ്ങിയപ്പോഴും, ശത്രു ചുറ്റും വാടകോരിയപ്പോഴും സ്തോത്രം തകർന്നു പോകാതെ, പരാജയപ്പെടുത്തി കളയുവാൻ ശത്രുവിനെ അനുവദിക്കാതെ, ശത്രുവിന്മേൽ ജയം നൽകി നമ്മെ ജയോത്സവമായി നടത്തിയ, പ്രത്യാശ നൽകിയ, ബലം നൽകിയ, ദൈവകൃപ പകർന്ന
നമ്മുടെ കർത്താവിനെ നന്ദിയോടെ നമ്മുടെ കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പിന്നെയും പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മുഖത്തുപെടുത്താമല്ലോ. ഇന്ന് പകൽ വേള നാം കടന്നു വന്നത് ദൈവനാമത്തിന് മുഖത്തുമായി തീരുവാൻ, നമുക്ക് അനുഗ്രഹമായി തിരുടയാകണം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ആ സ്തോത്ര പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നമുക്ക് ചേർന്ന് പാടി സമർപ്പണത്തോടെ പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. തിരുമുൻപിൽ കാഴ്ചവെക്കുവാൻ എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ നാഥന്റെ മാർവിടമേ. ഓ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഓ ഇതുപോലൊരു ആശ്വാസം എന്റെ നാഥന്റെ മാർവിടമേ. സ്വർഗസുഖ പീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവരെ തേജസ്സിന്റെ വസ്ത്രമുരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോരേ സ്വർഗസുഖ പീഠം വെടിഞ്ഞ് എന്നെ തേടി വന്നവരെ തേജസ്സിന്റെ വസ്ത്രമുരിഞ്ഞ് തന്നെത്താൻ താഴ്ത്തിയോരേ ഇന്ന് ആരാധിക്കുമ്പോ ഞങ്ങൾ കാണുന്നു നിന്നെ തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോ ഞങ്ങൾ കാണുന്നു നിന്നെ സ്തുതികൾക്കു യോഗ്യനായി. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഓ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഓ ഇതുപോലെ
എന്റെ താതൻ എന്റെ മാർവിടമേ. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ മഹാകരുണയ തിരഞ്ഞെടുത്തു. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ മഹാകരുണയ തിരഞ്ഞെടുത്തു. ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, ഓ രാജാധി രാജാവായി. ഇന്നു ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, കർത്താദി കർത്താവായി. ഓ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. ഓ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടം. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഓ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. എന്റെ താതന്റെ മാർവിടമേ. ഒരു പാട്ട് കൂടെ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാമല്ലോ. എൻ യേശുവേ എൻ പ്രാണനായക ജീവൻ എനിക്ക് ഏകിയോനെ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനെ. യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനെ. എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർന്ന് കണ്ണുനീർ തുടച്ചല്ലോ നീ. എന്റെ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർന്ന് എന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. പാപിയായി ഞാൻ ജീവിച്ചപ്പോ, പാത തെറ്റിയോടിയപ്പോ, പാപിയായി ഞാൻ ജീവിച്ചപ്പോ, പാത തെറ്റിയോടിയപ്പോ, പാലകൻ നീ കേടി പാതകനടിയാന് പാതനമാർഗേ ചെന്നല്ലോ. പാലകൻ നീ കേടി പാതകനടിയാന് പാതനമാർഗേ ചെന്നല്ലോ. യേശുവേ
പ്രാണനായക ഓ ജീവനെനിക്കേകിയോനേ യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനേ എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുകൾ തുടച്ചല്ലോ നീ എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുകൾ തുടച്ചല്ലോ നീ എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജനാ എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജനാ തന്നിതോ നീയും സമാധാനം സമാധാനവും തന്നിതോ നീതിയും സന്തോഷവും സമാധാനവും യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനേ യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനേ എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുകൾ തുടച്ചല്ലോ നീ എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുകൾ തുടച്ചല്ലോ നീ ഭാരമെന്നെ ജീവിച്ചുവോ എൻ ഭാരമെല്ലാം ചുമന്നവരെ ഭാരമെന്നെ ജീവിക്കുവോ എൻ ഭാരമെല്ലാം ചുമന്നവരെ ആശ്രയം നീ മാത്രമേ ആശയും പ്രകാശമേ ആശിഷം നിൻ കാരുണ്യമേ ആശ്രയം നീ മാത്രമേ ആശയും പ്രകാശമേ ആശിഷം നിൻ കാരുണ്യമേ യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനേ യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനേ എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ വന്നിടും ഞാൻ അതിവേഗത്തിൽ എന്നുരച്ചു പോയവനെ വന്നിടും ഞാൻ അതിവേഗത്തിൽ എന്നുരച്ചു പോയവനെ വന്നു നിൻ മഹിമയും രാജവാതിൽ ചേർക്കുവാൻ ആശയാ ഞാൻ കാത്തിടുന്നേ വന്നു നിൻ മഹിമയും രാജവാതിൽ ചേർക്കുവാൻ ആശയാ ഞാൻ കാത്തിടുന്നേ യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനേ യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനേ എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ ഭാരമെന്നെ ജീവിച്ചുവോ എൻ ഭാരമെല്ലാം ചുമന്നവരെ ഭാരമെന്നെ ജീവിക്കുവോ എൻ ഭാരമെല്ലാം ചുമന്നവരെ ആശ്രയം നീ മാത്രമേ ആശ്രയം പ്രകാശമേ ആശിഷം കാരുണ്യമേ ആശ്രയം നീ മാത്രമേ ആശയം പ്രകാശമേ ആശിഷം കാരുണ്യമേ യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനേ യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനേ എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ എൻ സങ്കടങ്ങൾ അറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ വന്നിടും ഞാൻ അതിവേഗത്തിൽ
എന്നുരച്ചു പോയവനെ വന്നിടും ഞാൻ അതിവേഗത്തിൽ എന്നുരച്ചു പോയവനെ വന്നു നിൻ മഹിമയും രാജമതിൽ ചേരുവാൻ ആശയാ ഞാൻ കാത്തിടുന്നേ വന്നു നിൻ മഹിമയും രാജമതിൽ ചേരുവാൻ ആശയാ ഞാൻ കാത്തിടുന്നേ യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനേ യേശുവേ പ്രാണനായക ജീവനെനിക്കേകിയോനേ എൻ സങ്കടങ്ങളാൽ എന്റെ വൻകടങ്ങൾ തന്റെ കണ്ണൂരിൽ കൂടെ ചൊല്ലോ നീ എൻ സങ്കടങ്ങളാൽ എന്റെ വൻകടങ്ങൾ കണ്ണൂരിൽ കൂടെ സങ്കടങ്ങളാലും എന്റെ വൻകടങ്ങൾ എന്റെ കണ്ണൂരിൽ കൂടെ ചൊല്ലോ നീ സങ്കടങ്ങളാലും എന്റെ വൻകടങ്ങൾ Yes, hallelujah. Thank you, Lord. Thank you, Lord. Hallelujah. പ്രിയ പിതാവേ, നന്ദിയോടങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിപ്പാൻ മുഖത്തപ്പെടുത്താൻ ദൈവം കൃപ ചെയ്തല്ലോ. ഞങ്ങൾക്ക് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സങ്കീർത്തനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ പെടണമേ,
ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽവേള സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിലവാരം അറിയുന്ന പകൽവേള ഞങ്ങളോട് സംസാരിക്കണമേ. സന്തോഷത്തോടെ ഞങ്ങൾ മടങ്ങിപ്പോകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ പകരും. എളിയവനെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു, ബലപ്പെടുത്തും. ഗാനശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുക ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഇവിടുന്ന് ശക്തീകരിച്ചനായിഷ്ടം തുറന്നും അധികം ബലത്തോടെ ശക്തിയോടെ അങ്ങയ്ക്ക് വേണ്ടി പാടുവാൻ കർത്താവ് കൃപ ചെയ്യും. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ, എല്ലാവർക്കും ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യമുള്ള തിരുനാമം അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസന്നിധാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരിക്കൽ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രതികാൽ ദൈവസഭയുടെ കൗൺസിൽ എൽഡേഴ്സായ നമ്മുടെ പ്രിയപ്പെട്ട ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ദീർഘിപ്പിച്ച് നൽകിയല്ലോ. ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പകർന്ന് നമ്മെ മാനിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രിവേള നമുക്കെല്ലാവർക്കും ദൈവം സുഖകരമായ നിദ്ര നൽകി ക്ഷേമത്തോടെ പ്രഭാതത്തിൽ കടന്നു വന്ന ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് അവസരമൊരുക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് എന്ന പകൽവേള നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്കിന്ന് രാവിലെ സമയം ആയിരിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളും ഉപകാരങ്ങളും ഓർത്ത് നന്ദിയുള്ളവരായി ഇന്ന് പകൽവേള ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകണം. സ്തോത്രം. നമ്മുടെ ഭാരങ്ങൾ അറിയുന്ന നമ്മുടെ ദൈവം, നമ്മുടെ വേദനകൾ അറിയുന്ന ദൈവം ഇന്ന് രാവിലെ സമയം നമ്മുടെ മധ്യമുണ്ട്. നമുക്ക് വേണ്ടി വലിയവ ചെയ്യുവാൻ സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യമുണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് കർത്താവിനെ ആരാധിച്ച് സന്തോഷത്തോടെ വിടുതലോടെ മടങ്ങിപ്പോവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നു. 27-ാം സങ്കീർത്തനമാണല്ലോ ഈ രാവിലെ സമയം പാടി നമ്മുടെ കർത്താവിനെ മുഖത്തുപ്പെടുത്തിയത്. പല വാക്യങ്ങളും നമുക്ക് ഹൃദയസ്ഥമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമായിട്ട് നമുക്കിതിനെ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം സങ്കീർത്തനക്കാരൻ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിലുള്ള സഹായം ലഭിക്കുന്നതിന് വേണ്ടിയും ദൈവത്തോട് അപേക്ഷിക്കുന്നതായി പ്രാർത്ഥിക്കുന്നതായി നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദാവീദിൻ്റെ ജീവിതാനുഭവം പഠിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും ശത്രുക്കളാൽ പിടിക്കപ്പെട്ടവനാ അല്ലെങ്കിൽ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടവനായിട്ട് താനായിരുന്ന സാഹചര്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രത്യേകതയുള്ള 2 സന്ദർഭങ്ങളെക്കുറിച്ച് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഒന്ന് ശൗൽ തന്നെ കൊല്ലുവാൻ തൻ്റെ പിറകെ ഓടി നടന്ന സന്ദർഭം. അതിനേക്കാൾ ഉപരിയായി തൻ്റെ മകനായ അബ്ശാലോം തന്നെ കൊന്നുകളയേണ്ടതിന് തൻ്റെ പിറകാലെ നടന്ന സന്ദർഭം. ഇത് രണ്ടും മറ്റേത് സന്ദർഭങ്ങളെക്കാളും ദാവീദിൻ്റെ ഹൃദയത്തെ ഉലച്ച സന്ദർഭങ്ങളായിരുന്നു. സ്തോത്രം. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ 2 ശമൂവേലിൻ്റെ പുസ്തകത്തിലൊക്കെ ആ ചരിത്രം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ താൻ കടന്നുപോയ ജീവിത സാഹചര്യങ്ങളിൽ ശത്രുക്കളാൽ താൻ എതിർക്കപ്പെട്ടവനായി ഓടിപ്പോകുന്ന സന്ദർഭങ്ങളിൽ ഇതിൽ ഈ 2 സന്ദർഭങ്ങളിൽ ഏത് ഒരു സന്ദർഭത്തിൽ ഈ പാട്ട് പാടി എന്നാണ് പൊതുവെ ഇത് അംഗീകരിക്കപ്പെടുന്നത്. സ്തോത്രം. ഈ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിലുള്ള തൻ്റെ അചഞ്ചലമായ വിശ്വാസത്തെ ഉണർത്തിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. തനിക്ക് ദൈവം തന്നോടൊപ്പം ഉള്ളതുകൊണ്ട്, തൻ്റെ വെളിച്ചമായി തൻ്റെ രക്ഷയായി ഉള്ളതുകൊണ്ട് തനിക്ക് ഭയമില്ലെന്ന് പറയുന്നു. സ്തോത്രം. ജീവൻ്റെ ബലം എൻ്റെ കർത്താവാകിയാൽ എനിക്ക് ആരെയും ഭയപ്പെടുവാനില്ല എന്നും താൻ പറയുന്നതായി 1-ാം വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. ഞാൻ ഇടറിപ്പോകാതെ
കൂരകളിൽ തട്ടി വീണു പോകാതെ എൻ്റെ രക്ഷയ്ക്കായി എനിക്ക് ദീപമായി വെളിച്ചമായി എൻ്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട്. സ്തോത്രം. രണ്ടാമതായി പറയുന്നത്, എനിക്ക് ബലം നൽകുന്ന എൻ്റെ കർത്താവ് എന്നോടൊപ്പം ഉള്ളതുകൊണ്ട്, എൻ്റെ ജീവൻ്റെ ബലമായ കർത്താവ് എൻ്റെ ദൈവം എന്നോടൊപ്പം ഉള്ളതുകൊണ്ട് ഒരു ശത്രുവിനെയും എനിക്ക് ഭയപ്പെടുവാനില്ല, ഞാൻ പേടിക്കയില്ല എന്നും ദാവീദ് ഇവിടെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. ശ്രദ്ധിക്കണം, ദൈവം തൻ്റെ രക്ഷകനാണ്, ദൈവം തൻ്റെ ഭയം മാറ്റുന്നവനാണ്. ഈ രണ്ട് അനുഭവങ്ങൾ, രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് തൻ്റെ ജീവിതത്തിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഈ സങ്കീർത്തനം മുൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ബലമില്ലാതെ ഞാൻ ക്ഷയിച്ചു പോകാതിരിക്കത്തക്കവണ്ണം എനിക്ക് ബലം നൽകുന്ന എൻ്റെ ജീവൻ്റെ ബലമാണ് എൻ്റെ കർത്താവ്. സ്തോത്രം. തൻ്റെ സ്തോത്രം, ഭാര്യ, പിതാവ്, തൻ്റെ സ്വന്തം മകൻ, ഇവരെല്ലാം സ്വന്തക്കാരെല്ലാം തനിക്ക് ഉറ്റവരായിരുന്നവരെല്ലാം തനിക്കെതിരായി തീർന്നപ്പോഴും സ്തോത്രം, അവരെക്കാൾ ഉറ്റവനായ ദൈവം എനിക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള ധൈര്യമാണ് തന്നെ പ്രതിസന്ധിയിൽ പിടിച്ചു നിർത്തുവാൻ ഇടയായി തീർന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഇതുപോലെ ഉലഞ്ഞു പോകുന്ന വിധത്തിലുള്ള, തകർന്നു പോകുന്ന വിധത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ആശ്വാസവും ധൈര്യവും പ്രാപിക്കുന്നത് എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സ്തോത്രം. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുവാൻ കഴിയും? യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, ജഡത്തിനോട് എന്ത് ചെയ്യാൻ കഴിയും? സ്തോത്രം. ദൈവമക്കളെ, ദൈവം നമുക്ക് കൂടെ ഉണ്ടെങ്കിൽ മറ്റേത് ശക്തിയെക്കാളും മറ്റാര് കൂടെ ഉള്ളതിനേക്കാളും ഏറ്റവും ബലമാണ് നമ്മുടെ കർത്താവ് നമ്മോടൊപ്പം ഉള്ളത്. സ്തോത്രം. താഴോട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ ദാവീദ് പറയുന്നത്, ഒരു ശത്രു എൻ്റെ നേരെ പാളയമിറങ്ങിയാൽ, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും, എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ എന്ത് ചെയ്യില്ല? ഭയപ്പെടുകയില്ല, എനിക്കൊരു ഭയവുമില്ല. സ്തോത്രം. എനിക്ക് യുദ്ധം നേരിടട്ടെ, ശത്രുക്കൾ എൻ്റെ ചുറ്റും പാളയമിറങ്ങിക്കൊള്ളട്ടെ, ശത്രുക്കൾ എന്നെ ചുറ്റി വളഞ്ഞുകൊള്ളട്ടെ, എനിക്ക് ഭയപ്പെടുവാനില്ല. കാരണം എൻ്റെ ബലം എൻ്റെ കർത്താവാണ്, എൻ്റെ സംരക്ഷകനായി എൻ്റെ ദൈവം എനിക്കുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവരെക്കാൾ വലിയൊരു സൈന്യം എൻ്റെ സുരക്ഷയ്ക്കായിട്ട് എന്നോടൊപ്പം ഉണ്ട് എന്ന് ദാവീദ് പറയുകയാണ്. അവരെ കണ്ടുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല, അവരെ കണ്ടുകൊണ്ട് ഞാൻ നിരാശപ്പെട്ടു പോകത്തില്ല. എന്നോട് കൂടെ എല്ലായ്പ്പോഴും സൈന്യത്തിൻ്റെ അധിപതിയായ യഹോവയുണ്ട്, അവൻ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. ശത്രുക്കൾ എത്ര പ്രബലന്മാരായിക്കൊള്ളട്ടെ, സ്തോത്രം, സംഖ്യ അനവധിയായിക്കൊള്ളട്ടെ, സ്തോത്രം, സംഖ്യയുടെ വലിപ്പമല്ല, സ്തോത്രം, അവരുടെ ആയുധത്തിൻ്റെ ബലമല്ല, എൻ്റെ ദൈവം എന്നോടൊപ്പം ഉള്ളത് കൊണ്ടാണ് എനിക്ക് വിജയം പ്രാപിപ്പാൻ കഴിയുന്നത്. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകുകയില്ല, അവരെക്കാൾ വലിയവനായ കർത്താവ് എന്നോടൊപ്പമുണ്ട്. ഇത് രാവിലെ സമയം ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, ആര് നമ്മുടെ കൂടെ കൂടാനില്ലെങ്കിലും, എല്ലാവരും നമ്മളെ വിട്ടു മാറിപ്പോയാലും, സ്തോത്രം, നാം ഒറ്റപ്പെടേണ്ടി വന്നാലും, സ്തോത്രം, നമ്മുടെ വീട്ടിലുള്ളവർ അകന്നു മാറിയാലും, ദാവീദ് താഴോട്ട് പറഞ്ഞു വരുമ്പോൾ അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. എൻ്റെ അപ്പൻ എന്നെ തള്ളിപ്പറഞ്ഞാലും, എൻ്റെ അമ്മ എന്നെ തള്ളിക്കളഞ്ഞാലും, എന്നെ തള്ളിക്കളയാത്തവനായി, എന്നെ മറന്നു പോകാത്തവനായി ഒരു ദൈവം എന്നോടൊപ്പമുണ്ട്. ആ ദൈവം എന്നോടൊപ്പം ഉള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലം. സ്തോത്രം. അങ്ങനെ തന്നോടൊപ്പമുള്ള, തന്നെ സഹായിപ്പാനുള്ള ദൈവത്തോടുള്ള തൻ്റെ ഒരു അപേക്ഷയുണ്ട്. സ്തോത്രം. ഞാൻ യഹോവയോട് കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ആഗ്രഹം ഈ രാജ്യങ്ങൾ മുഴുവൻ വെട്ടിപ്പിടിക്കണമെന്നുള്ളതല്ല, എൻ്റെ ശത്രുക്കളെ മുഴുവൻ കീഴ്പ്പെടുത്തി മുൻപോട്ട് പോകണമെന്നുള്ളതല്ല. അതിനേക്കാൾ ഏറ്റവും പ്രധാനമായി വിലപ്പെട്ടതായുള്ള എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ, സ്തോത്രം, എനിക്ക് യഹോവയുടെ മനോഹരത്വം ഒന്ന് കാണണം. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ എനിക്കൊന്ന് ധ്യാനിക്കണം. എൻ്റെ ആയുഷ്കാലം മുഴുവൻ യഹോവയുടെ ആലയത്തിൽ എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെല്ലാം ഇപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ ആ തേജസ് കണ്ട്, ദൈവത്തിൻ്റെ ആ മനോഹരത്വം കണ്ട് എൻ്റെ ദൈവത്തെ ആരാധിച്ച് എനിക്ക് മുന്നേറണം. എത്ര പേർക്ക് അങ്ങനെയുള്ള ആഗ്രഹമുള്ളത്? സ്തോത്രം.
ഈ ലോകത്തിൽ മറ്റേത് സാഹചര്യങ്ങളെക്കാൾ, ഏത് ഭാഗ്യാവസ്ഥകളെക്കാൾ, ഏത് ഹല്ലേലൂയ നന്മകൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായി നാം ആഗ്രഹിക്കേണ്ടത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. അതാണ് നമ്മെ ധൈര്യത്തോടെ ഓരോ ദിവസം വഴി നടത്തുന്നത്. അവൻ്റെ മനോഹരത്വം എനിക്കൊന്ന് കാണണം. അവൻ ഇതുപോലെ സൗന്ദര്യമുള്ള ഒരാൾ വേറെയില്ല. നമ്മുടെ ദൈവത്തെ പോലെ സൗന്ദര്യമുള്ള ആരുമില്ല. ദൈവത്തിൻ്റെ മനോഹരത്വം എന്താ? അവൻ്റെ തേജസ്സ. സ്തോത്രം. വേഗം മുമ്പോട്ട് പോകട്ടെ. ഞാൻ യഹോവയോടൊരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനതിൽ മാറ്റമില്ല. എന്താ? സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് മറ്റു പലതും കാണുമ്പോൾ മനസ്സ് അതിലേക്ക് പോകുകയില്ല. ആ സാഹചര്യങ്ങളനുസരിച്ച് എൻ്റെ മനസ്സ് ചഞ്ചലപ്പെട്ട് മാറുകയില്ല. ഞാൻ ഒറ്റ കാര്യമേ ദൈവത്തോട് അപേക്ഷിക്കുന്നുള്ളൂ, എനിക്ക് യഹോവയുടെ മനോഹരത്വം ഒന്ന് കാണണം. അവൻ്റെ മന്ദിരത്തിൽ എല്ലായ്പ്പോഴും വസിക്കണം. എൻ്റെ ആയുഷ്കാലം മുഴുവൻ യഹോവയുടെ ആലയത്തിൽ പാർക്കണം. അങ്ങനെയുള്ളവൻ്റെ പ്രത്യേകത, സ്തോത്രം, അനർത്ഥ ദിവസത്തിൽ അവൻ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നോടൊപ്പം ഉള്ളതിപ്പോഴും, ദൈവത്തോടൊപ്പം വസിക്കുമ്പോഴും, ദൈവം എന്നോടൊപ്പം വസിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എന്തുണ്ട്? അനർത്ഥങ്ങളുണ്ട്, സ്തോത്രം, പ്രതിസന്ധികളുണ്ട്, ശത്രുക്കളുണ്ട്. ഇതെല്ലാം സ്വാഭാവികമാണ്. പക്ഷേ ഒരു കാര്യം അവിടെ ഉറപ്പുണ്ട്, അതിൻ്റെ നടുവിൽ എന്നെ മറയ്ക്കുന്ന, എന്നെ സൂക്ഷിക്കുന്ന, എന്നെ ഒളിപ്പിച്ചു കൊള്ളുന്ന ഒരു ദൈവമുണ്ട്. എത്രയോ അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി, എത്രയോ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി, രോഗാതുരമായ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. ഇനി മുൻപോട്ട് ജീവിപ്പാൻ സാധ്യമല്ല, ഇനി അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കയില്ല എന്ന് ചിന്തിച്ച, ഒരുപക്ഷെ മറ്റുള്ളവർ വിധി എഴുതിയ എത്രയോ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഹല്ലേലൂയ, ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു രക്ഷയും ഉണ്ടാകുകയില്ല, ഒരു വിടുതൽ ഉണ്ടാകുകയില്ല എന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത്, സ്തോത്രം, ലോകത്തിന്റെ വിധിയെ തിരുത്തിക്കുറിച്ച് എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന് ഓർക്കുമ്പോൾ, എന്നെ സൂക്ഷിച്ചത് ഓർക്കുമ്പോൾ, എന്നെ വിടുവിച്ചത് ഓർക്കുമ്പോൾ, സ്തോത്രം, അനർത്ഥങ്ങൾ എൻ്റെ ജീവിതത്തിന് നേരെ, എൻ്റെ തലയ്ക്ക് മീതെ അല കടന്നുപോയപ്പോൾ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിച്ച ദൈവം, തിരുനിവാസത്തെ മറവിൽ എന്നെ മറച്ച ദൈവം, ശത്രുക്കൾ കടന്നു പോകുവോളം എന്നെ ഒളിപ്പിച്ച് എന്നെ മറച്ചു പിടിച്ച് എന്നെ നടത്തുന്ന ദൈവം മാത്രമല്ല, സ്തോത്രം, അവൻ തൻ്റെ സ്തോത്രം അവിടെ നിന്ന് വായിക്കുന്നത്, പാറമേലെന്നെ ഉയർത്തും, സ്തോത്രം, എന്നെ ഉറപ്പിച്ചു നിർത്തും, സ്തോത്രം, ശത്രുവിനെ തകർത്ത് കളയില്ല, എന്നെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. വേഗത്തിൽ എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഇത് സംഗീതക്കാർ ഇത്രയും പറഞ്ഞിട്ട് പറയുക, തൻ്റെ ഉറപ്പ്, ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം താൻ അവിടെ വെളിപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയുന്നു. എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ സ്തോത്രം, എനിക്ക് ഉയർച്ച തന്ന, എന്നെ വിടുവിച്ച എൻ്റെ ദൈവത്തെ ഞാൻ എന്ത് ചെയ്യുന്നതാണ്? ഞാൻ യഹോവയ്ക്ക് ജയഘോഷയാങ്ങളെ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. 10-ാം വാക്യം, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ, ദാവീദിന് ഉറപ്പോടെ പറയാൻ കഴിയും, അപ്പനും അമ്മയും ഉപേക്ഷിച്ച സാഹചര്യങ്ങൾ, അവൻ്റെ ഭവനത്തിൽ വിശേഷ അവസരം വന്നപ്പോൾ അപ്പനും അമ്മയും മറന്നുപോയി, സഹോദരങ്ങൾ മറന്നുപോയി, പക്ഷെ ദൈവം മറന്നുപോയില്ല. ശമൂവേൽ തൻ്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ അപ്പനോട് പറയുകയാണ്, ഇസ്രായേലിന് രാജാവായി ഒരുവനെ എനിക്ക് തിരഞ്ഞെടുക്കണം, ദൈവത്തിന് വേണ്ടി ഒരുവനെ എനിക്ക് തിരഞ്ഞെടുക്കണം. സ്തോത്രം, നിന്റെ മക്കളെല്ലാം എൻ്റെ അടുക്കൽ വീണു, ഓരോരുത്തർ കടന്നു പോയപ്പോഴും ഞാൻ ഇവനെ കണ്ടിട്ടില്ല, ഇവനെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി നിർത്തുമ്പോഴും അപ്പം വിചാരിച്ചു, ഇവിടെയുള്ള മക്കൾ കഴിവുള്ളവർ, പ്രാപ്തിയുള്ളവർ, സൈന്യത്തിലുള്ളവർ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ, അവരാരെങ്കിലും ആണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. പക്ഷെ മാനുഷികമായ ചിന്തകൾക്കപ്പുറമായി അവിടെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ശമൂവേൽ ചോദിക്കും, ഈ നിന്റെ മക്കൾ ആരെങ്കിലും ബാക്കിയുണ്ടോ?
അപ്പോഴാണ് ദാവീദിന്റെ കാര്യം അപ്പനും അമ്മയും ഓർക്കുന്നത്. അപ്പൻ ഓർത്തു, ഉണ്ട് ഇനി ഇളയവിൽ ഒരുവൻ, അവൻ ആടുമാടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളാണ്. ദൈവം എന്താ പറയുന്നേ? അവൻ മരണം, അവനെയാണ് എനിക്ക് ആവശ്യം. എല്ലാവരും മാറ്റി നിർത്തിയപ്പോഴും സ്തോത്രം, കഴിവില്ലെന്ന് പറഞ്ഞ്, പ്രാപ്തിയില്ലെന്ന് പറഞ്ഞ്, സ്തോത്രം നിന്നെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ലെന്ന് പറഞ്ഞ്, സ്തോത്രം നിനക്കൊരു നന്മയും വരികയില്ല, ഒരു നന്മയും ഉണ്ടാകത്തില്ല, ഒരു ഉയർച്ചയും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരുടെ മുൻപിൽ ദൈവം നമ്മെ മാനിച്ച് ഉയർത്തിയത് ഓർക്കുമ്പോൾ, അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയില്ലാത്ത നന്മകളും സ്തോത്രം അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ നൽകുന്നത് ഓർക്കുമ്പോൾ ദാവീദ് പറയുക, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കും. എന്നെ തെരഞ്ഞെടുത്ത, എന്നെ വീണ്ടെടുത്ത എൻ്റെ സഹോദരങ്ങളെക്കാൾ ഉപരിയായി, എൻ്റെ പ്രിയപ്പെട്ടവരെക്കാൾ ഉപരിയായി, എൻ്റെ അപ്പനും അമ്മയെ ഉപേക്ഷിച്ചപ്പോഴും എന്നെ ഉപേക്ഷിച്ച് കളയാതെ അല്ല എന്നെ ഓർത്ത് എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും. സ്തോത്രം. അവസാന വാക്യം, സ്തോത്രം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ സ്തോത്രം, അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, അധൈര്യപ്പെട്ടു പോകല്. സ്തോത്രം. ലോകം പറയുന്നതല്ല നമ്മുടെ ദൈവത്തിൻ്റെ അവസാനത്തെ വാക്ക്. ലോകം പറയുന്ന, മനുഷ്യൻ പറയുന്നതല്ല അവസാന വാക്ക്. അധൈര്യപ്പെട്ടു പോകരുത്. നമ്മുടെ ദൈവത്തിൻ്റെ വാക്ക് അവസാനത്തെ വാക്ക്. നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. മനുഷ്യൻ എന്ത് പറയുന്നു എന്നുള്ളതല്ല കാര്യം, എൻ്റെ ദൈവം എന്തു പറയുന്നു എന്നുള്ളതിലാണ്. നമ്മുടെ ദൈവം എന്തു പറയുന്നതിലുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കണം. പതറിപ്പോകരുത്, ധൈര്യപ്പെട്ടു പോകരുത്. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അതേ സ്തോത്രം, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. ഈ ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വെച്ചുകൊണ്ട് ദൈവസന്നിധാനത്തിൽ നമുക്ക് മുന്നേറാം. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതിലാണ്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഭയപ്പെടാതെ നമ്മുടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നുണ്ടോ? സ്തോത്രം. ദൈവത്തിൻ്റെ സമയം വരെ ദൈവം ഉയർത്തേണ്ടതിന് വേണ്ടി, മാനുഷികമായ അല്ലെങ്കിൽ ഉയർച്ചയല്ല, ദൈവം നമ്മെ ഉയർത്തുന്നതിന് വേണ്ടി, ദൈവം ഉയർത്തുന്നത് വരെ കാത്തിരിപ്പാൻ നമ്മൾ തയ്യാറാണോ? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മളെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും, നമ്മളെ മാനിക്കുക തന്നെ ചെയ്യും. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. പ്രതികൂല സാഹചര്യങ്ങൾ പ്രതികൂലമാകട്ടെ, എല്ലാവരും അകന്നു മാറട്ടെ. സ്തോത്രം. എല്ലാവരും നമുക്ക് ശത്രുക്കളായി തീരട്ടെ, നമ്മുടെ വീട്ടിലുള്ളവർ ശത്രുക്കളായി തീരട്ടെ. അല്ലെങ്കിൽ നമ്മളെ സഹായിക്കേണ്ടവർ, നമ്മളോടൊപ്പം നിൽക്കേണ്ടവർ നമ്മളെ മറന്നു പോകട്ടെ. എങ്കിലും നമ്മളെ ചേർത്ത് കൊള്ളുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനായി സമയം വേർതിരിക്കുന്നു. വേഗത്തിൽ നമ്മുടെ സമയത്തെ നമുക്ക് വിനിയോഗിക്കാം. പ്രാരംഭമായി നമ്മുടെ കുഞ്ഞുങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് വാക്യം പ്രസ്താവിക്കും. ജോന ജസ്വിൻ will lead the session. Praise the Lord. Romans 15 verse 13. May the God of the നോക്കി പറഞ്ഞു. Romans 15 verse 13. May the God of hope fill you with all joy and peace as you trust in Him, so that you may
overflow with hope. Amen. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് പകൽവേളയിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകി. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരുന്ന ഇടങ്ങളിൽ ദൈവം അവരെ സൂക്ഷിച്ചു. വെക്കേഷനിലൊക്കെ ബന്ധത്തിലായിരുന്ന കുഞ്ഞുങ്ങളൊക്കെ മടങ്ങി വരുവാൻ ദൈവം അവസരമൊരുക്കി. അവരുടെ യാത്രകളൊക്കെ കൂടുതൽ സഹായിച്ചല്ലോ. സ്കൂൾ ദിനങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദൈവം അവരെ ബലപ്പെടുത്തേണ്ടതിനായി അടുത്ത ദിവസങ്ങൾ സ്കൂളിൽ ആരംഭിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനം, അവരുടെ ആത്മീയ വളർച്ചയൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സന്നിധാനത്തിൽ കടന്നു വന്ന സമയം മുതൽ ഈ നിമിഷം വരെ ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കടന്നു വന്ന വാക്യം പ്രസ്താവിപ്പാൻ ദൈവം അവസരം ഒരിക്കൽ ഓർത്ത് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങൾ അവരായിരുന്ന ഇടങ്ങളിൽ അവരെ സൂക്ഷിച്ചു. വെക്കേഷൻ ബന്ധത്തിലായിരുന്ന കുഞ്ഞുങ്ങൾ ക്ഷേമത്തോടെ മടങ്ങി വരുവിടയാക്കി. ഒരുമിച്ചെന്ന പകൽ വേളയിൽ ഞങ്ങളുടെ സന്നിധാനത്തിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തണമേ, ശാരീരികമായവരെ ബലപ്പെടുത്തണമേ, ആത്മീയമായി ശക്തീകരിക്കണമേ. ഏറെ ദൈവകൃപ അവരെ നൽകണമേ. കർത്താവേ, ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി അവർ വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിക്കണം. അവരുടെ പഠനകാര്യങ്ങളിൽ കൂടിയിരിക്കും, യാത്രകൾ കൂടിയിരിക്കും. അവരുടെ ജ്ഞാനം, ബുദ്ധി, ഓർമ്മശക്തിയൊക്കെ നൽകി മാനിക്കണം. ദൈവസഭയ്ക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമായി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കണം. പിതാവിൻ്റെയും പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തൃക്കരങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സഭയായി ഞങ്ങൾ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. Be seated. God bless you. സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെയുള്ള ജനത്തോട് ഒരുമിച്ച് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു മാസത്തിലേറെ കാലം ഞങ്ങൾക്ക് നാട്ടിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ പോക്കിൽ വരവിൽ ഒക്കെ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ രുചിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. കഴിഞ്ഞ ആഴ്ചക്കാലം ക്ഷേമത്തോടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. തുടർന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ കുടുംബത്തിന്മേൽ നിറവേറേണ്ടതിന്, കർത്താവിൽ പ്രത്യാശയുള്ളവരായി ആയിരിക്കേണ്ടതിന് ദൈവമക്കളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന വിലയേറിയ സമയത്തെ ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുവദിച്ചാൽ വ്യാഴാഴ്ച ഏർലി മോർണിംഗിൽ ഞാൻ നാട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അത് പ്രത്യേക പൈതലിൻ്റെ വിവാഹത്തോടനുബന്ധത്തിലാണ് ഞാൻ കടന്നു പോകുന്നത്. എല്ലാ ആവശ്യങ്ങളുമേലും ദൈവത്തിൻ്റെ കൃപ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് ദൈവദാസൻ്റെയും കുടുംബത്തിൻ്റെയും ദൈവമക്കളുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷി ദൈവനാമത്തിന് മഹത്വം. സാക്ഷിയായി നിൽപ്പാൻ ദൈവം നല്ല സമയത്തിനായി, നല്ല അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കഴിഞ്ഞ ചില മാസങ്ങളായി വെക്കേഷനോടുള്ള ബന്ധത്തിൽ അടിയൻ കുടുംബമായി നാട്ടിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. അടിയങ്ങളുടെ പിതാവ് അല്പമല്ലാത്ത ശാരീരിക അസ്വസ്ഥയാലൊക്കെ ഭാരപ്പെട്ട് ചില മാസങ്ങളായി, ചില ആഴ്ചകളായി ഹോസ്പിറ്റലിൽ അഭയം പ്രാപിച്ചു. ദൈവസഭയുടെ പ്രാർത്ഥനയെ അപേക്ഷിച്ചു. പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കൾക്കും ദൈവജനത്തിനും കർത്താവരദാസനും കുടുംബത്തിനുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അടിയൻ്റെ പിതാവ് ഇന്ന് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഭവനത്തിൽ വിശ്രമിക്കുന്നു. വീണ്ടും ദൈവസഭയുടെ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിലിരുന്നോളൂ. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടിയൻ്റെ ജീവിതത്തിൽ ഒരു വർഷം കൂടെ കർത്താവ് ദാനമായി തന്നു. കഴിഞ്ഞൊരു വർഷം അനുവദിതമായ ദൈവ ഇടപെടലിൻ്റെ ഒരു വർഷമായിരുന്നു. കർത്താവിന് എല്ലാ മഹത്വവും കരയറ്റുന്നു. കർത്താവിൻ്റെ അധികം കൃപകൾ അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കി. അതിൻ്റെ ദയക്കായിട്ട്, വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിൻ്റെ മേഴ്സീസ്, അതിനെല്ലാറ്റിനായിട്ടും നന്ദി പറയുന്നു. ഈ ഒരു പുതിയ വർഷക്കാലം കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ദൈവഹിത പ്രകാരം നിലനിൽക്കുവാൻ ദൈവസഭയുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഓർപ്പിക്കപ്പെട്ട സാക്ഷ്യവാചകങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരി റിൻസി റോണി, പ്രിയ സഹോദരൻ കുടുംബമായി നാട്ടിലേക്ക് കടന്നുപോയി ക്ഷേമത്തോടെ മടങ്ങി വരുവാനിടയായി. അവരുടെ യാത്രകളൊക്കെ ദൈവം കൂടുതൽ സഹായിച്ചു. തുടർന്നും ദൈവം അവരെ സഹായിക്കും. കുടുംബമായി അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക്
പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രിയ സഹോദരൻ സജു വർഗീസ് ഈ വ്യാഴാഴ്ച നാട്ടിലേക്ക് കടന്നു പോകുന്നു. നാം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ തൻ്റെ മകൾ ജാനറ്റിൻ്റെ വിവാഹ വിഷയം. വിവാഹ വിഷയത്തോട് ബന്ധത്തിൽ താൻ കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും കൂടിരുന്ന് സഹായിക്കേണ്ടതിന്, യാത്രയെല്ലാം ദൈവം കൂടിരുന്ന് സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തക്ക സമയത്ത് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട വിവാഹ നിശ്ചയം, വിവാഹ ശുശ്രൂഷകൾ നടക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം പ്രിയ പൈതൃക ദൈവം നൽകേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബന്ധത്തിലെ എല്ലാ ക്രമീകരണങ്ങളും തക്ക സമയത്ത് പൂർത്തീകരിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. തൻ്റെ യാത്രയും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരൻ അനീഷ് കുടുംബമായി നാട്ടിലേക്ക് കടന്നുപോയി. പ്രതികാൽ പ്രിയ പിതാവിൻ്റെ ശാരീരിക ക്ലേശത്തോടുള്ള ബന്ധത്തിൽ വളരെ പ്രയാസങ്ങൾ കൂടെ ദിനങ്ങൾ കടന്നു പോകാനിടയായി. ദൈവം ആരോഗ്യത്തോടെ ഭവനത്തിലായിരിക്കാൻ ദൈവം അവസരം ഒരുക്കി. എങ്കിലും ഇപ്പോഴും താൻ കടന്നു പോകുന്ന ശാരീരികമായ ക്ലേശം അത് ദൈവം തന്നെ പൂർണ്ണമായി വിടുവിക്കേണ്ടതിനായി ഡയാലിസിസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം പൂർണ്ണമായി വിടുതലും ആരോഗ്യം നൽകേണ്ടതിനായി പ്രിയ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ. കുടുംബമായി അവരുടെ യാത്രകളൊക്കെ കൂടിരുന്നു. ക്ഷേമത്തോടെ മടങ്ങി ഒന്ന് ഒരുമിച്ച് പിന്നെ ദൈവത്തെ ആരാധിപ്പനിടയായല്ലോ. തുടർന്നും പ്രിയ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കേണ്ടതിന്, പ്രിയ പിതാവിനെ സൗഖ്യമാക്കേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രിയ സഹോദരൻ മനോജ് ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. തൻ്റെ ജീവിതത്തിൽ ഒരു പുതുവർഷം കൂടെ ദൈവം ദാനമായി നൽകുവാനിടയായി. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ദൈവത്തിൻ്റെ വലിയ കൃപകൾ, നന്മകൾ അനുഭവിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. ഈ തൻ്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന പുതുവർഷം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവം മാനിക്കേണ്ടതിനായി, തൻ്റെ ആവശ്യങ്ങളെ തുടർന്നും അറിഞ്ഞ് ദൈവം പ്രവർത്തിക്കുടുമായി ദൈവം തന്നെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പല കുഞ്ഞുങ്ങളുടെയും വിവാഹ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കപ്പെട്ടിരിക്കുന്നല്ലോ. കുഞ്ഞുങ്ങളുടെയൊക്കെ വിവാഹ ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായി തക്ക സമയം നടക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. തുറന്നു നടക്കുന്ന ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവസന്നിധാനത്തിൽ നമുക്ക് പ്രാർത്ഥിച്ചതുപോലെ പലവിധ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. വിസാ സംബന്ധമായ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയ സഹോദരങ്ങളുണ്ട്. ദൈവം അവരുടെ വിഷയത്തിന്മേലെല്ലാം ഈ ദിവസങ്ങളിൽ അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായിട്ട് ജോലി സംബന്ധമായ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വിഷയങ്ങളെല്ലാം ദൈവം പ്രവർത്തിക്കേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത വിളക്കായ ദൈവത്തെ സ്തുതിക്കുന്നു. ആരാധനയായ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ യാത്രയിൽ സൂക്ഷിച്ച ദൈവത്തിൻ്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾക്ക് പാടുവാൻ ഞങ്ങൾ സഹായിച്ചല്ലോ. പല വിഷയങ്ങൾ ഞങ്ങൾ കർത്താവെ ദൈവസേനയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സാക്ഷ്യവാചകങ്ങളിൽ കൂടെ കർത്താവെ ദൈവസേനയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. റോണി ബ്രദറിനായി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ അവധിയുള്ള ബന്ധത്തിൽ കർത്താവെ നാട്ടിലായിരുന്നു. സന്തോഷത്തോടും സമാധാനത്തോടും കർത്താവെ കടന്നു വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, അടുത്ത ദിവസങ്ങളിൽ യാത്രയാകുന്ന പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടുത്ത ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹവും ഉറപ്പും കാര്യങ്ങളെല്ലാം ഹല്ലേലൂയ നടക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾ ആ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ആയി തീരുവാൻ ദൈവം സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പുതിയ വർഷം കൊടുത്ത പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെയും തന്നെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നോട് കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ പിതാവിൻ്റെ വിഷയം സംബന്ധിച്ച് താൻ നാട്ടിൽ കടന്നുപോയി. കർത്താവെ, ഹല്ലേലൂയ, കൊടുത്ത വിടുതലിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും മടങ്ങി വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പലവിധമായ വിഷയങ്ങളിൽ കർത്താവെ ഭാരപ്പെടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളുണ്ട്. കർത്താവെ, പലവിധമായ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാരുണ്ട്. കർത്താവെ, ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിസ സംബന്ധമായ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കർത്താലയിലെ ജോലി ചെയ്തിട്ടും തക്ക സമയത്ത് ശമ്പളം കിട്ടാതെ കർത്താവെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളിൽ മേലും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, സങ്കീർത്തനം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. തുടർന്നുള്ള വചനങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യാം. ലൂക്കോസിൻ്റെ സുവിശേഷം
2-ാം അധ്യായം 24-ാം വാക്യം വായിക്കും. Gospel of Luke, chapter 2, verse 24. കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിക്കുവാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനശേഷം ദൈവത്തിന് യാഗം കഴിക്കേണ്ടതിനായിട്ട് മാതാപിതാക്കൾ യെരൂശലേമിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ്, ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭാഗമാണ് നമ്മളിവിടെ വായിച്ച് കേൾക്കുവാനിടയായത്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഇങ്ങനെയാണ്: കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ. ഈ 2-ാം അധ്യായത്തിൽ തന്നെ പല ആവർത്തി അതവിടെ എടുത്ത് ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 22-ാം വാക്യം വായിക്കുമ്പോൾ മോശയുടെ ന്യായപ്രമാണ പ്രകാരം എന്ന് പറയുമ്പോൾ മോശ പറഞ്ഞ വാക്കുകളല്ല, യഹോവയായ ദൈവം മോശയോട് കൽപ്പിച്ച ആ കാര്യങ്ങൾ, മോശ പറഞ്ഞതായ ദൈവം പറഞ്ഞതായ മോശ ജനത്തെ അറിയിച്ചതായ ന്യായപ്രമാണം അതുപോലെ ചെയ്യണം. ശുദ്ധീകരണ കാലം തികഞ്ഞപ്പോൾ 23-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചത് പോലെ. താഴോട്ട് വായിച്ചു വരുമ്പോൾ പിന്നെയും കാണുവാൻ കഴിയുന്നുണ്ട്. അവനെ 27-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ന്യായപ്രമാണത്തിന് ചട്ടപ്രകാരം ചെയ്യുവാൻ. സ്തോത്രം. അങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ പല ഭാഗങ്ങളിലും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ന്യായപ്രമാണ പ്രകാരം ചെയ്യുവാൻ എന്നുള്ള ഭാഗങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകത, ഞാൻ ആ ഭാഗം അവിടെ ആവർത്തിക്കുമ്പോൾ നമ്മളവിടെ ചിന്തിക്കേണ്ട കാര്യം, എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ചെയ്യുക എന്നുള്ളതാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ സംഗതി. സ്തോത്രം. ഈ ലോകത്തിലെ പ്രമാണങ്ങൾ ഒത്തിരി ഉണ്ട്. പലപ്പോഴും നമ്മൾ അതനുസരിക്കാൻ ഉത്സാഹിക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളെല്ലാം ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു പോകാറുണ്ട്. ഒരേ സമയത്ത് രണ്ടും കൂടെ ചെയ്യാൻ കഴിയില്ല. ലോകത്തിൻ്റെ പ്രമാണവും ദൈവത്തിൻ്റെ പ്രമാണവും കൂടെ ഒരിക്കലും ഒരേ സമയത്ത് ഒരാൾക്ക് ചെയ്തു പോകാൻ കഴിയില്ല. സ്തോത്രം. അങ്ങനെ ചെയ്താൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലെന്നുള്ളതാണ്. ദൈവവും നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, ലോകം നമ്മെ അംഗീകരിക്കുന്നുമില്ല. അങ്ങനെ വരാതിരിപ്പാൻ നമ്മളെല്ലാം ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകം നമ്മളെ അംഗീകരിച്ചില്ലെങ്കിലും, ഈ ലോകം നമ്മളെ ആദരിച്ചില്ലെങ്കിലും, ഈ ലോകം നമ്മളെ തള്ളിക്കളഞ്ഞെങ്കിലും, സ്തോത്രം, നമ്മെ തള്ളിക്കളയാത്തൊരു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട്. അവൻ്റെ കൽപ്പന അനുസരിക്കുക, അവൻ്റെ ന്യായപ്രമാണം അനുസരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും നമുക്ക് തന്നിരിക്കുന്നത് ഇത് വെറുതെ കണ്ടുകൊണ്ട് പോകാനല്ല, കേട്ടുകൊണ്ട് പോകാനല്ല. ഏറ്റവും പ്രധാനം അതനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കുക എന്നുള്ളതാണ്. ഇവിടെ യേശുവിൻ്റെ മാതാപിതാക്കൾ ആലയത്തിലേക്ക് കടന്നു പോകുന്നത് അവിടെ യാഗവസ്തുക്കളെ കൊണ്ടാണ്. ഇവിടെ പോകുന്നത്, ഈ യാഗവസ്തുക്കളെ കൊണ്ട് പോകുന്നത് പ്രസവകാലാന്തരമുള്ള ശുദ്ധീകരണത്തിന് ഒരു നിയമമുണ്ട്. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. 12-ാം അധ്യായത്തിൽ വായിക്കണ്ട, 12-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ആ ശുദ്ധീകരണ നിയമം, അതിൻ്റെ ഒരു സമയം, ഒരു കാലഘട്ടം, ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യകത,
നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അത് ശാരീരികമായ ശുദ്ധീകരണവും ആത്മീയമായ ശുദ്ധീകരണവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടാകണം. നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണം മാത്രമല്ല, ശരീരത്തിൻ്റെ ശുദ്ധീകരണം ഉണ്ടാകണം. അത് ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഏതു വിധേനയും നമ്മുടെ ശരീരത്തെ സ്തോത്രം മറ്റുള്ള വിധത്തിൽ വിനിയോഗിക്കാൻ നമുക്ക് പ്രമാണമില്ല. ആന്തരിക ശുദ്ധീകരണം നമ്മൾ അംഗീകരിക്കുന്നത് പോലെ തന്നെ ശാരീരികമായ ശുദ്ധീകരണവും നമ്മൾ അംഗീകരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ വേർപാടുണ്ടാകണം. സ്തോത്രം. നമ്മുടെ ആന്തരികമായ ഒരു വേർപാട് മാത്രമല്ല, ശുദ്ധീകരണം മാത്രമല്ല, പുറമേ ഉള്ള നമ്മുടെ ശരീരത്തിലുള്ള ശുദ്ധീകരണവും ഹല്ലേലൂയ വേർപാടും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നമുക്കെല്ലാ കാര്യവും ലോകക്കാരെ പോലെ നമുക്ക് എല്ലാ കാര്യവും ചെയ്യുവാൻ പ്രമാണമില്ല. അവർ കാണിച്ചു കൂട്ടുന്നത് പോലെ ഒന്നും നമുക്ക് കാണിച്ചു കൂട്ടാൻ പ്രമാണമില്ല. ഇസ്രായേൽ ജനത്തെ ദൈവം മിസ്രൈമിന്റെ അനുഭവത്തിൽ വിടുവിച്ച് കനാൻ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ദൈവം അവരോട് പറയുന്നത് അവർക്ക് ചില ഉത്സവങ്ങളും പെരുന്നാളുകളും കൽപ്പിച്ചു കൊടുത്തു. എന്താ കാരണം എന്നറിയാമോ? മറ്റ് ജാതികളുടെ കൂട്ടത്തിൽ അവർ ആയിപ്പോകാതിരിപ്പാൻ, സ്തോത്രം, അവരുടെ ഉത്സവങ്ങളിലും പെരുന്നാളുകളിലും അവർ ഇടപെട്ടിട്ട് അശുദ്ധി ഭവിക്കാതിരിപ്പാൻ ദൈവം അവർക്ക് വേണ്ടി പ്രത്യേകം പെരുന്നാളുകളും സ്തോത്രം ഉത്സവങ്ങളും കൽപ്പിച്ചു കൊടുത്തതായിട്ട് കാണുക. ഞാൻ പറഞ്ഞു വന്നത്, ലോകക്കാരെ പോലെ ആയിത്തീരുവാൻ ദൈവം ഒരു കാലത്ത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ആന്തരിക ശുദ്ധീകരണം നമുക്ക് ആവശ്യമായിരിക്കുന്ന പോലെ ഭൗതികം പുറമേ ഉള്ള ഒരു ശുദ്ധീകരണവും വേർപാടും നമുക്ക് ആവശ്യമാണ്. ഇവിടെ നാം വായിച്ചു വരുമ്പോൾ സ്തോത്രം ലേവ്യ പുസ്തകത്തിൽ ശുദ്ധീകരണത്തെക്കുറിച്ച്, ശുദ്ധീകരണ നിയമങ്ങളെക്കുറിച്ച് അവിടെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോരുത്തരുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ട ഓരോ ശുദ്ധീകരണ പ്രക്രിയയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുരോഹിതൻ ശുദ്ധീകരിക്കപ്പെടണം, സാധാരണ ജനങ്ങൾ ശുദ്ധീകരിക്കപ്പെടണം. പുരോഹിതൻ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അവൻ സ്വന്തം പാപങ്ങൾക്ക് പരിയാഗം കഴിച്ചിട്ട് വേണം മറ്റുള്ളവരുടെ പാപത്തിന് വേണ്ടി യാഗം കഴിക്കാൻ ആലയത്തിലേക്ക് കടന്നു പോകുവാൻ. എന്ന് പറഞ്ഞാൽ പുരോഹിതനും സാധാരണ ജനവും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെട്ടവരായിട്ട് വേണം ദൈവത്തെ പിൻപറ്റുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ. സ്തോത്രം. നാം വായിച്ച ഭാഗത്ത് അവിടെ വായിച്ചിങ്ങനെയാണല്ലോ, കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിക്കണം. അപ്പൊ യാഗം കഴിക്കേണ്ടത് എങ്ങനാ? ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നുവോ അതുപോലെയാകണം. ഇന്നത്തെ കാലഘട്ടം നമ്മളോട് പറയുന്ന പോലെ അല്ല. ഇന്നത്തെ ഈ ജനറേഷൻ അതിൽ ഉൾപ്പെടുന്നതായ കാര്യങ്ങൾ പോലെയല്ല. സ്തോത്രം. അന്നും ഇന്നും പ്രമാണത്തിന് വ്യത്യാസമില്ല കേട്ടോ. അന്നും ഇന്നും പ്രമാണത്തിന് യാതൊരു വ്യത്യാസവുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നമ്മൾ പാലിച്ചു വന്ന അതേ നിയമങ്ങളും ചട്ടങ്ങളും ഇന്നും നാം പാലിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവവചനത്തെ കൊട്ടിക്കളയുന്ന കൂട്ടരുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല, അങ്ങനെ ആയാലും പ്രശ്നമില്ല, സ്തോത്രം, എങ്ങനെയൊക്കെ പോയാലും കുഴപ്പമില്ല എന്നുള്ള നിലയിലേക്ക് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകുന്ന കൂട്ടരിക്കാലത്തുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായി. ആ ലോക സംഭവങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ എല്ലാം നിവർത്തിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ ഇതൊക്കെ സംഭവിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. ആ സ്തോത്ര വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഈ ലോകത്തിന്റെ ഗതി എങ്ങനെയോ ആയിക്കൊള്ളട്ടെ, എങ്ങനെയോ പോകട്ടെ, ഹല്ലേലൂയ ആധുനിക കാലത്തിൻ്റെതായ മാറ്റങ്ങൾ ഒരു കാരണവശാലും ആരാധനയിലും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഹല്ലേലൂയ അത് ആ സ്തോത്രം സ്വാധീനിക്കപ്പെടുവാൻ ഒരു കാരണവശാലും നമ്മൾ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ പ്രമാണം അന്നും ഇന്നും ഒരുപോലെയാണ്. ആ പ്രമാണം അനുസരിച്ച് വേണം ദൈവത്തെ ആരാധിപ്പാൻ. സ്തോത്രം. ഇവിടെ വായിക്കുന്ന അങ്ങനെയാണല്ലോ, വായിച്ചങ്ങനെ കർത്താവിൻ്റെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ. ഇന്ന് രാവിലെ സമയം ഞാൻ ചോദിക്കട്ടെ, ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന പോലെയാണോ,
ദൈവം കൽപ്പിച്ചതുപോലെയാണോ നമ്മൾ ജീവിക്കുന്നത്? ദൈവം കൽപ്പിച്ചതുപോലെയാണോ നാം പ്രമാണിക്കുന്നത്? ദൈവം കൽപ്പിച്ചതുപോലെയാണോ നമ്മുടെ ജീവിതം നമ്മൾ മുൻപോട്ട് നയിക്കുന്നത്? ഇല്ല എങ്കിൽ ഇന്ന് പകൽവേള നമുക്ക് ദൈവസന്നിധാനത്തിലേക്ക് മടങ്ങി വരുവാനിടയാകട്ടെ. ഇവിടെ വായിച്ച് ശ്രദ്ധിക്കണമേ, അവർ അല്ലെങ്കിൽ ഇവിടെ എന്താ, കർത്താവിന് അർപ്പിക്കുവാൻ ഒരു ഇണ കുറുപ്രാവിനെയോ 2 പ്രാക്കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായ പ്രമാണം പോലെ യാഗം കഴിക്കാൻ കൊണ്ടുവന്നു. ശ്രദ്ധിക്കണം, ഇവിടെ യാഗത്തിനുള്ള വ്യവസ്ഥയുണ്ട്. യാഗത്തിനുള്ള വ്യവസ്ഥ ഇതിൽ പറയുന്നൊരു കാര്യം, സ്തോത്രം, ദൈവത്തിന് യാഗം കഴിക്കുന്നത് ആ യാഗവസ്തു സമ്പത്തുള്ളവൻ കുറുപ്രാവിനെ യാഗം കഴിക്കാൻ പ്രമാണമില്ല. എന്നാൽ ദരിദ്രൻ കാളക്കുട്ടിയെ യാഗം കഴിക്കുവാൻ ദൈവം നിർബന്ധിക്കുന്നതുമില്ല. ശ്രദ്ധിക്കണം, ദരിദ്രൻ കാളക്കുട്ടിയെ അർപ്പിക്കണമെന്ന് ദൈവം നിർബന്ധിക്കുന്നില്ല. സമ്പന്നൻ കുറുപ്രാവിനെ അർപ്പിക്കാൻ പ്രമാണമില്ലതാനും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രാപ്തി പോലെ നമ്മുടെ ദൈവത്തെ നമ്മൾ സേവിക്കണം, നമ്മുടെ ദൈവത്തെ പിൻപറ്റണം. സ്തോത്രം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം പോലെ, സ്തോത്രം, നാം ദൈവത്തെ ആരാധിക്കണം. ദൈവം നമുക്ക് ആരോഗ്യവും ആയുസ്സും നൽകിയിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ വ്യവസ്ഥയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ വെറുതെ ഉദാസീനതയോടെ ദൈവത്തെ ആരാധിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അങ്ങനെയുള്ളവർ ശപിക്കപ്പെട്ടവനാ, ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ ലംഘിക്കുന്നവനാ. ദൈവത്തിന്റെ ന്യായ പ്രമാണത്തെ ലംഘിക്കുന്നവൻ അവൻ ശപിക്കപ്പെട്ടവനായി തീരും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രാപ്തി പോലെ ദൈവത്തെ ആരാധിക്കണം. സ്തോത്രം. അങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ അവിടെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ അവർ കടന്നു വന്നു. എന്നാൽ 29-ാം വാക്യം കൂടെ വായിച്ചേ. താഴോട്ട് വായിച്ചേ. ഇവിടെ ശ്രദ്ധിക്കണേ, ദൈവഭക്തനായിരുന്ന ഒരു മനുഷ്യൻ, അയോവൃദ്ധനായൊരു മനുഷ്യൻ, അവൻ ഇസ്രായേലിൻ്റെ സമാധാനത്തിന് വേണ്ടി കാത്തിരുന്നൊരു മനുഷ്യനായിരുന്നു. അവനോട് ദൈവത്തിൻ്റെ ഒരു ആലോചന ഉണ്ടായിരുന്നു. ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് നീ എന്ത് ചെയ്യില്ല? മരണം ആസ്വദിക്കണം, മരണം പുൽകയില്ല. ആ വാക്യമാണ് താൻ എടുത്തിട്ട് താൻ ദൈവത്തെ ആരാധിപ്പാൻ ആലയത്തിലുള്ളപ്പോൾ യേശു കുഞ്ഞിനെ കരങ്ങളിലെടുത്തുകൊണ്ട് മാതാപിതാക്കൾ ആലയത്തിൽ വരികയാണ്. ആ കുഞ്ഞിനെ കരങ്ങളിൽ എത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ, സ്തോത്രം എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ കൽപ്പന നീ അനുസരിക്കാൻ തയ്യാറായാൽ, സ്തോത്രം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രമാണം പോലെ നീ അനുസരിക്കാൻ തയ്യാറായാൽ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്ന ആലോചന അവൻ നിവർത്തിക്കും. ഈ മനുഷ്യൻ പറയും, ഇപ്പോൾ നാഥ നീ എന്നെ സമാധാനത്തോടെ പറഞ്ഞയക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തം തൻ്റെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് താൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഇപ്പോൾ നാഥ നീ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു. ഇന്ന് രാവിലെ സമയം കടന്നു വന്ന മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുമെന്നുള്ളതിന് 2 പക്ഷമില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം, ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ കൽപ്പന പോലെ, ദൈവത്തിൻ്റെ ആലോചന പോലെ നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ, നിങ്ങളതനുസരിപ്പാൻ തയ്യാറായാൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീരും. പലപ്പോഴും സംശയിച്ചു പോകാറില്ലേ? ദൈവത്തിന്റെ വാഗ്ദത്തം എവിടെ? ദൈവത്തിന്റെ ആലോചന എവിടെ എന്ന് ചിലപ്പോഴെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഓർത്തു കൊള്ളണം, സ്തോത്രം, ദൈവം നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നോട് ആലോചന തന്നിട്ടുണ്ടെങ്കിൽ, അത് എത്ര പ്രായം നിനക്ക് കഴിഞ്ഞു പോയെന്ന് വന്നാലും, എത്ര കാലഘട്ടം ദീർഘിച്ചു പോയെന്ന് പറഞ്ഞാലും, ദൈവം പറഞ്ഞതായതുകൊണ്ട് അതിന് മാറ്റം വരികയില്ല കേട്ടോ. ഒരുപക്ഷെ അല്പസമയം നീ കാത്തിരിക്കേണ്ടി വന്നെന്ന് വരാം, അല്പസമയം നീ അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കേണ്ടി വന്നത് വരാം. സ്തോത്രം, അല്പകാലം മുൻപോട്ട് പോയെന്ന് വന്നാലും അധൈര്യപ്പെട്ടു പോകാതെ
ദൈവത്തിലുള്ള പ്രത്യാശ വെച്ചുകൊണ്ട്, ദൈവത്തിലുള്ള ആശയം വെച്ചുകൊണ്ട് നീ മുൻപോട്ട് പോയാൽ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ കണ്ണിന് മുമ്പിൽ നീ കണ്ട് സന്തോഷിപ്പാനിടയായി തീരും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം ഇതേ ഉള്ളൂ: യഹോവയുടെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ ചെയ്യുക. ഇന്ന് രാവിലെ സമയം ദൈവകരങ്ങൾ നമ്മളെ ഒന്ന് സമർപ്പിക്കാമോ? കർത്താവേ, അവിടുത്തെ ന്യായ പ്രമാണം കൽപ്പിച്ചിരിക്കുന്നത് പോലെ ചെയ്യുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. സ്തോത്രം. തിരുവചനം പഠിക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരായ അനേക ദൈവഭക്തന്മാരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവം തിരുവചനം നാം ഇങ്ങനെ വായിക്കുന്നത്, നോഹയുടെ ദൈവം കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു, അവനും അവൻ്റെ കുടുംബവും രക്ഷ പ്രാപിച്ചു. സ്തോത്രം. മോശയോട് ദൈവം കൽപ്പിച്ചതുപോലെ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം ദൈവത്തിൻ്റെ പെട്ടകം അവൻ പണിതു. സ്തോത്രം. അങ്ങനെ അനേക ദൈവഭക്തന്മാർ ദൈവത്തിൻ്റെ വചനം കൽപ്പിച്ചതുപോലെ, ദൈവം അവരോട് സംസാരിച്ചതുപോലെ, കൽപ്പിച്ചതുപോലെ ചെയ്തതുകൊണ്ട് അവരോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം അവരുടെ ജീവിതത്തിൽ കണ്ട് സന്തോഷിപ്പാൻ ദൈവം അവർക്കിട വരുത്തി. ഇന്ന് രാവിലെ സമയം ദൈവങ്ങളിൽ സമർപ്പിക്കാം, നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കത്താവേ, നിന്റെ വചനത്തിൽ എന്തു പറയുന്നുവോ, അങ്ങ് എന്നോട് എന്ത് കൽപ്പിക്കുന്നുവോ, അങ്ങ് എന്നോട് എന്ത് പറയുന്നുവോ, അതനുസരിപ്പാൻ ഞാൻ തയ്യാറാണ്. എന്നെ അതിനുവേണ്ടി ഞാൻ ഏൽപ്പിച്ചു തരുന്നു, എന്നെ അതിനുവേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. യോസഫും മറിയയും ദൈവത്തിൻ്റെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചിരുന്നത് പോലെ ചെയ്യുവാൻ അവർ യാഗവസ്തുവുമായി യേശുവിനോടൊപ്പം ആലയത്തിലേക്ക് വന്ന് യാഗം കഴിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ കൽപ്പന ഈ ദിവസങ്ങൾ അനുസരിപ്പാൻ നമ്മളെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാം. ദൈവത്തിൻ്റെ ആലോചന അനുസരിപ്പാൻ നമ്മളെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാം. കർത്താവിനെ എന്ത് കൽപ്പിച്ചാലും അതുപോലെ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ ചെയ്യാൻ ഞാൻ ഒരുക്കപ്പെട്ടിരിക്കുന്നു. വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിപ്പാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി ഒന്ന് ഒരുക്കണമേ. സ്തോത്രം. ഞാൻ ഏതെല്ലാം വിധത്തിൽ അതിനുവേണ്ടി ഒരുക്കപ്പെടേണ്ടതുണ്ടോ ആ വിധത്തിലെല്ലാം ഞാൻ ഒരുക്കപ്പെടുവാൻ എന്നെ സമർപ്പിക്കുന്നു. ഏത് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ വെളിപ്പെടുത്തണമെന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ മേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ നമുക്കൊന്ന് ഓർക്കാം, അപകപാടുകൾ നമുക്കൊന്ന് ഓർക്കാം. സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അടിക്കപ്പെട്ടു, തൻ്റെ ശരീരം ഒഴിവുചാൽ